ഞാൻ പിന്നെ എഴുതുമെന്ന് പറഞ്ഞില്ലേ, അപ്പോഴാണ് യക്ഷഗാനം എന്നുള്ളൊരു പടം. ഇപ്പോൾ അരൺമനയിൽ നിന്നൊക്കെ വന്നില്ലേ ഒരു പടം, അതാണ് യക്ഷഗാനം. ആ യക്ഷഗാനം എന്നുള്ളൊരു പടം വന്ന് കഥ എഴുതി, അത് സ്ക്രീൻ പ്ലേ എഴുതി, ഡയലോഗ്സ് മാത്രം വേറെ ഒരാൾ വന്ന് SL പുരമാണ് ഡയലോഗ്സ് എഴുതിയത്. വയലാർ വർമ്മയാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയത്. പാട്ട് വന്ന് വിശ്വനാഥൻ, MS വിശ്വനാഥൻ പാട്ടായിരുന്നു. എല്ലാം ഇത് വെച്ചിട്ട് ഞങ്ങൾ ചെയ്താൽ മധു സാറിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ നസീർ സാറും അവർക്ക് ഭയങ്കര ബിസി. മധു സാറിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പടം എടുക്കണമെന്നുണ്ട്, ഡേറ്റ്സ് തരുമെന്നോ. തരാമല്ലോ, കഥ കേൾക്കണ്ടേ? കേൾക്കണ്ട, ശരിയല്ലേ പറയുന്നത്, ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു മധു സാർ. അങ്ങനെ മധു സാറായിരുന്നു അതിലെ ഹീറോ. എല്ലാ ആർട്ടിസ്റ്റും, അന്നത്തെ ഉള്ള എല്ലാ ആർട്ടിസ്റ്റും അഭിനയിച്ചൊരു പടമായിരുന്നു. അങ്ങനെ ആ പടം ഭയങ്കര ഹിറ്റായിരുന്നു. നല്ല ആ പടമാണ് 1000 ജന്മങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു കഥ തമിഴിൽ പഞ്ചോരണാചലം എന്ന് പറഞ്ഞ്, അത് കണ്ണദാസ് എന്ന് പറയുന്ന ഒരാളുടെ സഹോദരനാണ് പഞ്ചോരണാചലം. അങ്ങേര് വന്ന് എൻ്റെ അടുത്ത് കാശും കൊടുത്ത കഥ മേടിച്ചു. ഈ കഥ നല്ല കഥ. അങ്ങനെയാണ് 1000 ജന്മങ്ങൾ. അതിൻ്റെ ഒരു ചെറിയ ട്വിസ്റ്റാണ് അരൺമന 2, അരൺമന 3 ഒക്കെ.